അടിക്കടിയുള്ള വിലവർദ്ധനവ്, അടിക്കടിയുള്ള ടോൾ വർദ്ധനവ് പിൻവലിക്കൂ അധികാരികളെ. തലശ്ശേരി മാഹി ബൈപ്പാസ് ടോൾ പ്ലാസയിലെ ടോൾ വർധനവിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ മേഖല ദേശീയപാത അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. പണി തീരാത്ത റോഡിന് ടോൾ പിരിക്കുന്നത് തന്നെ അന്യായമാണെന്നും പാതി വഴിയിൽ വഴിതിരിച്ചുവിടുന്ന റോഡിന് ടോൾ വർദ്ധിപ്പിക്കുന്നത് ധിക്കാരമാണെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. ഓഫീസ് ഗേറ്റിനു മുന്നിൽ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ ഷിനാജ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നിയന്ത്രണങ്ങൾക്കും, റോഡിൽ നടപ്പിലാക്കുന്ന മുന്നറിയിപ്പില്ലാത്ത എല്ലാ നിയന്ത്രണങ്ങൾക്കും വിധേയമായി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഇപ്പോൾ തന്നെ നിലവിൽ ഈ പണി തീരാത്ത, നേരത്തെ പറഞ്ഞതുപോലെ പണി തീരാത്ത റോഡിന് വേണ്ടി വലിയ തുക സാധാരണ ചെറിയ വാഹനങ്ങളിൽ നിന്ന് പോലും ടോളായി ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വീണ്ടും ആ ജനങ്ങൾക്ക് മേലൊരു തിരിച്ചടിയായിക്കൊണ്ട്, കനത്ത പ്രഹരമായിക്കൊണ്ട് വീണ്ടും ടോൾ കൂട്ടുവാനുള്ള, ടോൾ ബൂത്തുകളിലെ ഫീസ് കൂട്ടുവാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിലപാടുകളെ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ തന്നെ ഇവിടെ എന്താണ് പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്ത് പെട്രോളിന് വില വർദ്ധിക്കുന്നത്, ദിനംതോറും പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ചെറിയ ചെറിയ തുക ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് ഇന്ന് ജനങ്ങൾക്ക് നികുതി അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ബാധ്യതയാകുമ്പോൾ അതേ രൂപത്തിൽ ടോൾ ബൂത്തിലും ചെറിയ ചെറിയ തുക വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലേക്ക് വലിയ ഒരു കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ ബോധ്യമുള്ള, പൗരബോധമുള്ള ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യൂത്ത് ലീഗ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയുടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാക്കിർ ആഡൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ, ട്രഷറർ ഷബീർ അടയന്നൂർ, സെക്രട്ടറി നസീർ പുറത്തേൽ, റാഫി കണ്ടോത്ത്, നസീർ അത്തായക്കുന്ന്, അസ്ലം പാറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഏജനറ്റ് ന്യൂസ്. യൂത്ത് ലീഗ് സിന്ദാബാദ്.